ഈ മാസം ആദ്യമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയന് നോട്ടീസ് അയച്ചത്. അതായത് സമൻസ് അയക്കുകയുണ്ടായി, ഹാജരാകണം എന്നതുമായി ബന്ധപ്പെട്ട്. അതായത് CMRL-ഉം എസ്ലാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യാനായിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ED സമൻസ് അയച്ചു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് വീണ വിജയൻ ഒരു മറുപടിയായി മെയിൽ അയച്ചത്, എനിക്ക് പനിയാണ്, എനിക്ക് എണീക്കാൻ പറ്റില്ല, ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് ഹാജരാവാൻ പറ്റില്ല എന്നാണ് അന്ന് വീണ മറുപടി പറഞ്ഞത്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ED വീണ്ടും ഒരു നോട്ടീസ് അയച്ചു. അതായത് ജൂൺ 17-ാം തീയതിയൊക്കെ ഹാജരാകണം എന്നാണ് നോട്ടീസ്. അത് പ്രകാരം നാളെയാണ് വീണ വിജയൻ ഹാജരാവേണ്ടത്. ഇനിയിപ്പോൾ നാളെ വീണ വിജയൻ ഹാജരായില്ലെങ്കിൽ ED കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 2-3 ദിവസമായി ശശീന്ദ്രൻ കർത്തയും ശശീന്ദ്രൻ കർത്തയുടെ മകൾ അതോടൊപ്പം തന്നെ ഇന്ന് ഭാര്യയെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ED ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ വീണ വിജയൻ ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് വാറണ്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് കോടതിയെ സമീപിക്കും. അതിനുശേഷം വീണ വിജയനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക്, അതായത് ED കോടതിയിൽ പറയും വീണ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നാൽ അത് CPM-നെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേടായി മാറും. അതുകൊണ്ട് വീണ വിജയൻ നാളെ കൊച്ചിയിൽ ഹാജരാവുന്നതായിരിക്കും പാർട്ടിക്കും പിണറായിക്കും വീണയ്ക്കും നല്ലത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CMRL സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്ന സൂചനയാണ് പുറത്തേക്ക് വരുന്നത്. കൂടാതെ സാമ്പത്തിക അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തിലേക്ക് നേരിട്ടെത്തുന്ന നിർണായകമായ തെളിവുകൾ ഈ 3 ദിവസമായി നടന്ന ചോദ്യം ചെയ്യലിൽ EDക്ക് ലഭിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം. CMRL ഉടമ ശശീന്ദ്രൻ കർത്തയുടെ മകൾ ഷിബി S കർത്തയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മണിക്കൂറോളം ചോദ്യം ചെയ്തതിന് പിന്നാലെ കേസിലെ മുഖ്യ കണ്ണിയായ T വീണ നാളെ EDക്ക് മുന്നിൽ ഹാജരായേക്കുമെന്നാണ് വിവരം. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED അനുവദിച്ച സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ രാഷ്ട്രീയ നിയമ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത് കൊച്ചിയിലേക്കാണ്. അതേസമയം മാധ്യമ കണ്ണുകളിൽ ഒന്നും തന്നെ പെടാതെ അതീവ രഹസ്യമായി ED ഓഫീസിലേക്ക് ഹാജരാകാനുള്ള ബദൽ വഴികൾ തേടുകയാണ് വീണയുടെ ടീം. ചോദ്യം ചെയ്യൽ വാർത്ത വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്നത് തടയാനും മാധ്യമ ശ്രദ്ധ തിരിച്ചുവിടാനുമുള്ള നീക്കമാണ് അണിയറയിൽ ഇപ്പോൾ ഒരുങ്ങുന്നത്. ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് പോലുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കാതെ മകളെ വിട്ടയക്കുമെന്ന പ്രതീക്ഷയിലാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതൃത്വവും ഇപ്പോൾ ഉള്ളത്. ശശീന്ദ്രൻ കർത്തയുടെ ഉടമസ്ഥയിലുള്ള നിപുന ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടറാണ് ഷിബി. CMRL-ന്റെ അസംസ്കൃത വസ്തുക്കളും ഉത്പന്നങ്ങളും കൊണ്ടുപോകുന്നതിന് വാഹനങ്ങൾ നൽകിയിരുന്നത് നിപുണയായിരുന്നു. പണമിടപാടുമായി ബന്ധപ്പെട്ട് കണക്കുകൾ സൂക്ഷിക്കുന്നതിലും നടപടിക്രമങ്ങൾ പാലിക്കുന്നതിലും കടുത്ത വീഴ്ച ഉണ്ടായി എന്ന ഒരു അനുമാനത്തിലാണ് ഷിബിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത്. മെയ് 27-ന് കളമശ്ശേരിയിലെ നിപുണയുടെ ഓഫീസിലും മറ്റ് ഡയറക്ടർമാരുടെ വീടുകളിലും ED നടത്തിയ റെയ്ഡിൽ നിരവധി നിർണായകമായ രേഖകളാണ് കണ്ടെത്തിയത്. ഇതിന് തുടർച്ചയായാണ് ഇന്നലെ രാവിലെ 10 മണിക്ക് കൊച്ചിയിലെ ED ഓഫീസിൽ ഷിബി ഹാജരായത്. കർത്തയുടെ മകൻ ശരൺ S കർത്ത, മരുമകൻ അനിൽ ആനന്ദ് പണിക്കർ എന്നിവരെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്തേക്കും. CMRL എസ്ലാലോജിക് ഇടപാടിൽ നാളെ EDക്ക് മുന്നിൽ ഹാജരാകാൻ വീണയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കർത്തയുടെ മകളെ ചോദ്യം ചെയ്തതിലൂടെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകും വീണയെ ED നേരിടുക. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ മകൾ സുരക്ഷിതമായി മടങ്ങിയെത്തുമെന്ന ഒരു ശുഭപ്രതീക്ഷയിലാണ് വീണ വിജയൻ. സാമ്പത്തിക ഇടപാടുകളിലെ നിഗൂഢതകൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോൾ നാളത്തെ ചോദ്യം ചെയ്യൽ CPM-നും പിണറായി വിജയനും ഒരുപോലെ അഗ്നി പരീക്ഷയായി മാറും. നിയമ നടപടികളിൽ നിന്ന് താത്കാലിക ആശ്വാസം ലഭിക്കുമോ അതോ അന്വേഷണം കൂടുതൽ ശക്തമാകുമോ എന്ന് നാളത്തെ ED നീക്കങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ ഒരു വഴി, അതായത് ED ഉദ്യോഗസ്ഥർ മുൻകൂട്ടി കണ്ടതാണ്. ആദ്യത്തെ ചോദ്യം ചെയ്യലിന് സമൻസ് അയക്കുമ്പോൾ വീണ വിജയൻ എന്തായാലും ഹാജരാകില്ല എന്ന്. പക്ഷേ ED ഉദ്യോഗസ്ഥർ അവരുടെ ഡ്യൂട്ടി എല്ലാം തന്നെ കൃത്യമായി ചെയ്തു. ഒരു 10-15 ചോദ്യങ്ങൾ വീണയ്ക്ക് നേരെ ചോദിക്കാനുള്ള എല്ലാ ചോദ്യങ്ങളും ED ഉദ്യോഗസ്ഥർ റെഡിയാക്കി വെച്ചു. പക്ഷേ വീണ വിജയനെ കുറച്ചും കൂടെ ഒരു കുഴപ്പത്തിലേക്ക് തള്ളിവിടാനുള്ള ഒരു നീക്കം വീണ വിജയൻ തന്നെയാണ് ഒരുക്കി കൊടുത്തത്. അതായത് കുറച്ച് സമയം വീണ വിജയൻ സാവകാശം ചോദിച്ചപ്പോൾ ED ഉദ്യോഗസ്ഥർ CMRL-ലെ മുതലാളിമാരെ കയറി പിടിച്ചു. അവർക്ക് സമൻസ് അയച്ചു ചോദ്യം ചെയ്യാൻ. അപ്പോൾ അവരുമായിട്ട് വീണയ്ക്കുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചറിഞ്ഞതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ചോദ്യാവലിയിൽ കുറച്ചും കൂടെ ഒരു അപ്ഗ്രേഡേഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു പൊളിച്ചെടുത്ത് ED ഉദ്യോഗസ്ഥർ നടത്തും. അത് വീണ നാളെ ഏതെങ്കിലും തരത്തിൽ ED ഉദ്യോഗസ്ഥർ ചോദ്യം ചോദിക്കുമ്പോൾ അറിയില്ല, അവിടെ കിടന്ന് ബബ്ബ അടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അറസ്റ്റ് എന്ന നീക്കത്തിലേക്കാകും EDയുടെ ഉന്നത ഉദ്യോഗസ്ഥർ പോവുക. ആ കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകില്ല.